മാമോ മാമോ ആ എന്താ ഈ പെട്രോളിന്റെ ഒക്കെ വിലയെ ഇങ്ങനെ കേറി കേറി പോയാൽ എങ്ങനാ? ഈ പെട്രോളിന്റെ വില കയറി കയറി പോണത് മാത്രമേ നീ അറിയുന്നുള്ളൂ, കുറയണത് അറിയുന്നില്ലേ? അല്ല കുറയുന്ന അറിയുന്നുണ്ട്, എന്നാലും കേറ്റത്തിനാണല്ലോ ഒരു വില. അത് ശരിയല്ല. ചായ 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 കൊണ്ടുപോടി കൊണ്ടുപോവാ. നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നാ? അതെ, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന 2 വയോധികമാർക്ക് ചായ കൊണ്ടുവരാന്ന് വിചാരിച്ച ഞാൻ ആരായി? അയ്യോ മാമനെ വിളിച്ച കേട്ടോ, എന്തോന്ന് വയോധികനെന്ന്. അയ്യോ അപ്പുരാത്രല്ല, 2 വയോധികന്മാർ. എന്നെയും കൂടിയോ? അതെ, ഞാൻ ക്രോണിക് ബാച്ചലർ ലേഡി, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അത് കയ്യിരിപ്പ്, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇന്നത്തെ യുവതലമുറയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ രാഷ്ട്രീയത്തെ പറ്റി എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല. ഇല്ല. അതായത് മാമ, ഈ നമ്മളെ പോലത്തെ ജനറേഷൻ ഈ പണിയെടുക്കാതെ ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിട്ട് എല്ലാ മാസവും പെൻഷൻ തരുന്ന ആരാണോ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതേപോലത്തെ പാഷാണങ്ങൾ ജീവിച്ചിരുന്നാ മതി, ലോകത്തുണ്ടാവും. രാഷ്ട്രീയവാദികള് ഇങ്ങോട്ട് വിളിച്ച് എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ രാഷ്ട്രീയവാദി അല്ലേ? ഞാൻ പോണു. അയ്യോ മാമോ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഷേവ് ചെയ്യാൻ വിട്ടുപോയി. മീശ എടുക്കാൻ പോണ? മീശ എടുക്കാനോ? പിന്നെ താടി ഷേവ് ചെയ്യാൻ. താടി വളർന്നില്ലല്ലേ എന്റെ മാമ? അതെ, നമ്മൾ ചെറുപ്പം നിലനിർത്തണമെങ്കിൽ ഡെയിലി ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു നരകൾ വരും. ഡെയിലി ഷേവ് ചെയ്യാം. പിന്നെ ഓക്കെ, പിന്നെ പറ്റിയ സാധനം. പണ്ടൊക്കെ ഒരു ബുൾസ കിട്ടണമെങ്കിൽ ആരെയൊക്കെ കൈയും കാലം പിടിക്കണമെന്ന് അറിയാം. ഇപ്പൊ അടുക്കള പറഞ്ഞ എന്റെ ലൈഫം എനിക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയേക്കും. എന്റെ ബുൾസ ഇത് മഞ്ഞക്കൊരു മാത്രം ഇങ്ങനെ എടുക്കാം. അടിച്ചു മോളെ, അടിക്കും. നിന്റെ കയ്യിരിപ്പിനല്ലേ നിനക്ക് ഒരെണ്ണം കിട്ടണം. അറിയ നിന്നെ അടിച്ച? എടി എന്നെ അടിച്ചല്ലേ, കോൾ അടിച്ചെന്ന്. കോൾ അടിച്ച? എന്തോന്ന് കോള്? ഡേ കന്യക മാഗസിനിലില്ലേ, അതില് കവർ പിക്കായിട്ട് എന്നെ തെരഞ്ഞെടുത്തടി. നോട് പറ. ഡി മാഗസിനിൽ എന്നെ തെരഞ്ഞെടുത്തെന്ന്. ആരാ നിന്നെ പറ്റിച്ച്? നീ പറ്റിച്ചെന്നോളൂ, ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ഇപ്പൊ എനിക്ക് കോൾ വന്നതേ ഉള്ളൂ. ഡി കഴിഞ്ഞ വർഷം മലയാളി മങ്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്ത ഓർമ്മയുണ്ടാ? നീ മറ്റേ ജീൻസ് ടോപ്പ് ഇട്ടോണ്ട് പോയല്ലേ? ജീൻസ് ടോപ്പ് ഇട്ടോണ്ട് പോയാ നിന്നെ പറ്റിക്കാനല്ലേ. അതിനെനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ, സാരിയൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ട് വന്നത്. അതിന് ആ ടീമുകാരാണ് വിളിച്ചിരിക്കുന്നത്. 1 വർഷം മുമ്പേ നിന്നെ കണ്ടിട്ട് വിളിച്ചേ? നിന്റെ ഇപ്പോഴത്തെ കോലം അവര് കണ്ടിട്ടുണ്ടെങ്കിൽ? കുറെ നാളായി അവരെന്നെ കണ്ടിട്ട്. നീ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ തന്നെ അവർ റിജക്ട് ചെയ്യും. പിന്നെ കവർ ഗേൾ ആയിട്ടല്ല, അടിച്ചു തളിക്കാരിയായിട്ട് പോലും അവരെടുക്കൂല. പിടികിട്ടി. എന്തോന്നു പിടികിട്ടി? അസൂയ. എനിക്കാ? ഞാൻ എന്തിനടി അസൂയപ്പെടണേ? എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ 10-18 വർഷമെങ്കിലും ആയി കാണുമല്ലോ. നീ എവിടെ വരെ പറയൂന്ന് എനിക്കറിയാം. റിങ്കി, നീ കണ്ണാടി ഒന്നും നോക്കാറില്ലേ റിങ്കി? നിന്റെ ഇപ്പോഴത്തെ കോലം നോക്ക്. നീ പണ്ട് എന്ത് സുന്ദരിയായിരുന്നു അറിയൂ. ഇപ്പൊ നോക്കൊരു മരി ചുളിവും വന്ന് കുരുവും വന്ന്. നോക്കുന്നുണ്ടോ നെറ്റിയിൽ അവിടെയൊക്കെ ചുളിവ്, ഇവിടെ കണ്ട കുരു, പിന്നെ മൊത്തം പാട്. അയ്യേ എന്തൊരു കോലം ഇത്! കൊള്ളൂല റിങ്കി, കൊള്ളൂല. കവർ ഗേളാക്കാനൊന്നും നിന്നെ കൊള്ളൂല. വേണമെങ്കിൽ സൈഡിൽ എങ്ങാനാണ് ചെറിയൊരു ഫോട്ടോയില് പാസ്പോർട്ട് സൈസ് അത് വെക്കാം. ഇത് കൊള്ളൂല. 2 ദിവസത്തിനുള്ളിൽ ഫോട്ടോഷൂട്ട് ഉള്ളതാണ്. എന്ത് ചെയ്യുന്നു? എന്റെ മഞ്ഞക്കരു അല്ല, വേണ്ട. മഞ്ഞക്കരു പൊട്ടിയ ബുൾസ കഴിക്കാൻ പാടില്ല, ഐശ്വര്യക്കേടാണ്. വേറെ ഉണ്ടാക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്നുകൂടി ഷേവ് ചെയ്തേക്കാം. കരിനീല കണ്ണുള്ള പെണ്ണെ, നിന്റെ കവിളത്തു ഞാനൊന്ന് തൊട്ടോട്ടേ. കരിനീല കണ്ണുള്ള
പെണ്ണെ നിന്റെ കവിളത്ത് കവിളത്ത് ഞാനൊന്ന് തൊട്ട് സുരേഷ് ഗോപിയുടെ കൂട്ടിരിക്കുന്നു. മാമാ. എന്ത്? ആയുധം വെച്ചുള്ള കളിയാ ഇപ്പൊ മുറിഞ്ഞാന്. അതെ, മാമ എന്നെ ഇങ്ങോട്ട് നോക്ക്. നോക്കി. എന്റെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ സൗന്ദര്യം വല്ലതും കുറഞ്ഞോ? കളിയാക്കാതെ കാര്യം പറ മാമ. അല്ല, നിനക്ക് എവിടെ ഇരിക്കുന്നുണ്ട് ഈ സൗന്ദര്യം? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് മാമന്റെ ഉണക്ക തമാശ. ഇടി മോളെ, ഈ പുലിനട വീട്ടുകാർക്ക് പാരമ്പര്യമായിട്ടൊരു സൗന്ദര്യം കിട്ടിയിട്ടുണ്ട്. അത് ആണിനായാലും പെണ്ണിനായാലും. അത് ഒരു ബ്യൂട്ടീഷ്യനും ഉണ്ടാക്കി തന്ന ഒരു സൗന്ദര്യമല്ല. ബ്യൂട്ടീഷ്യൻ അല്ല, ബ്യൂട്ടീഷ്യൻ. അവരുണ്ടാക്കി തന്ന സൗന്ദര്യമല്ല, നാച്ചുറലാ. നീ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്ക്. മാമൻ ഇത്രയും പ്രായമായെങ്കിലും ഇപ്പോഴും ചെറുപ്പമല്ലേ. മാമൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേ മമ്മൂട്ടിയുടെ കട്ടില് ഇങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിന്റെ ഒരു കട്ടില്. അതെ മാമ, ഞാൻ എന്റെ കാര്യം ചോദിക്കാനല്ലേ വന്നേ. അപ്പൊ മാമനെ കുറിച്ച് അങ്ങ് പുകഴ്ത്തി പറയാണല്ലേ? നീ ഇപ്പൊ കാര്യം പറ, എന്താ കാര്യം ഉണ്ടായെന്ന് പറ. കാര്യം എന്താന്നറിയോ? പിങ്കി പെണ്ണുണ്ടല്ലോ, എന്നെ കാണാൻ അടിച്ചു തൊളിക്കാരിയെ പോലെ ഇരിക്കുന്നു. അയ്യ, അങ്ങനെ പറയാനും വേണ്ടി നിനക്ക് സൗന്ദര്യ കുറവൊന്നുമില്ല. മാമനൊരു കാര്യം പറഞ്ഞാലും നീ ഒന്ന് അവിടെ പറയൂ. പറയത്തില്ലെന്ന് ഉറപ്പ് വന്നാ മാമനൊരു കാര്യം പറ. ഉറപ്പ് പറ. എടി, അവളെ കണ്ടു കഴിഞ്ഞാലേ, പിങ്കിയെ കണ്ടാലേ മത്തങ്ങായിക്ക് കണ്ണും മൂക്കും വരച്ചു വെച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സത്യമാണ് മാം പറഞ്ഞു. എന്നാലും അവളെന്നെ അടിച്ചു കളിക്കാരിന്ന് പറഞ്ഞില്ലേ? അത് ശരിയാ. വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഒരിക്കലും പാടില്ല. ശരി. ഇതൊക്കെ എന്തോന്ന് സൗന്ദര്യം. സൗന്ദര്യം കാണണേല് എന്റെ ശ്രീകുട്ടിയുടെ സൗന്ദര്യം കാണണമായിരുന്നു. അവക്കൊരു 10, 18, 19, 20, 21 വയസ്സ് പ്രായമുള്ളപ്പോ സൗന്ദര്യം ഇങ്ങനെ വിഴിഞ്ഞൊഴുകല്ലായിരുന്നു. സത്യം പറഞ്ഞ ഐശ്വര്യ റോയ് പോലും തോറ്റുപോകായിരുന്നു. നീ ആരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാമൻ ആരെ പറ്റിയാ കേട്ടോണ്ടിരിക്കുന്നത്? നീ ഇപ്പം പറഞ്ഞിട്ട് ഐശ്വര്യ റായി തോറ്റുപോയിന്ന എത്രാം ക്ലാസ്സിൽ തോറ്റാണ്? എന്റെ മാമ ഐശ്വര്യ റായുടെ കാര്യമാണോ മാമൻ കേട്ടോ? അയ്യോ, അതാണോ? അതെന്ന് പറഞ്ഞാലേ എന്റെ കുഞ്ഞമ്മയുടെ മോള് ഐശ്വര്യ, അവള് 6ാം ക്ലാസ്സിൽ തോറ്റ. അക്കാര്യം പറഞ്ഞതാ. തോൽവിയുണ്ടല്ലോ വിജയത്തിന്റെ മുന്നോടിയാണ്. അത് അവിടെ നിന്നും പോയി. മാമൻ സത്യം പറഞ്ഞൊരു വലിയ തോൽവിയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ, തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന്. എന്റെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ കാണാനില്ല. അത് തപ്പി ഇറങ്ങിയതാണ്. എന്റെ മാമ സ്കൂട്ടറിൽ കാണുന്നില്ല, ഇവിടെ വന്നാന്നോ തപ്പുന്നത്? അല്ല, വീട് അടുക്കളയിൽ ചെന്ന് തപ്പ്. അടുക്കളയില്ല? അതെന്തിനാ ഞാൻ അടുക്കള പോയി തപ്പണത്? എന്റെ മാമൻ ഇല്ലാത്തപ്പോഴേ പിങ്കി മാമന്റെ സ്ക്രൂ ഡ്രൈവർ എടുത്താ പപ്പടം കുത്തുന്നേ. ഇന്നാളൊരു ദിവസം ഞാൻ നോക്കുമ്പോഴേ മാമന്റെ ലിവർ എടുത്ത് അവള് കുത്തുന്നു. ഞാന് അടുക്കളയോട്ട് പോയിട്ട് വരാം. ഇങ്ങനെ വിട്ടാ ശരിയാവൂല. ശരിയാത്തില്ല. ഇവള് കൊള്ളാതെ പച്ചല്ല. ഇന്നത്തേക്ക് മതി. പപ്പടം വെച്ച് എല്ലാവരും ആഘോഷിക്കട്ടെ. എന്റെ പുൽസി. സൂക്ഷിച്ച് ഇപ്പൊ പൊട്ടിയാണ്. നേരത്തെ നീ എന്തോ പറഞ്ഞ? എന്നെ കാണാൻ അടിച്ചു തളിക്കാരിയെ പോലെ ഇരിക്കുന്നു അല്ലേ? എടി, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞേ. പിന്നെ അടിച്ചു തളിക്കാരിയായിട്ട് പോലും നിന്നെ വിളിക്കൂല എന്നാണ് പറഞ്ഞത്. എടി, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഉദ്ദേശിക്കുന്ന രീതി എന്താണെന്ന് എനിക്കറിയാം. അതെ, എന്റെ കോൺഫിഡൻസ് കളയാൻ നോക്കണ്ട മോളെ. അത് കളയാൻ പറ്റില്ല. എന്റെ പൊന്നുറങ്ങി ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ നമ്മളടുത്ത് ഒരാൾ വന്നു, നിന്നെ കാണാൻ ഒട്ടും കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരു കോൺഫിഡൻസ് വേണം. അത് നിനക്കില്ല.
പിന്നെ എങ്ങനെ നീ മോഡലാവും? എടി നിന്നെക്കാൾ കോൺഫിഡൻസ് എനിക്കുണ്ട് കേട്ടാ. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആ മാഗസീനില് ഷൂട്ടിന് പോയിരിക്കും, ഫോട്ടോ വന്നിരിക്കും. എടി അത് നീ മാത്രം തീരുമാനിച്ചാ? എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചാൽ മതി തൽക്കാലം കേട്ടാ. അതുപോലെ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മാമനുണ്ട്, ആരൊക്കെ തീരുമാനിക്കണമെന്ന് അറിയോ? അറിയാം, ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം, അവര് സമ്മതിക്കും. എടി നടക്കാനൊന്നും പോണില്ല അതൊന്നും. അതെ, നടക്കുകയും ചെയ്യ് ഇരിക്കുകയും ചെയ്യ്, നീ കണ്ടോ. സൂര്യക്ക് കയ്യും കാലും മുളച്ച സാധനം ഒന്ന് കേട്ടിട്ടുണ്ട്. ദാ നിക്കുന്നു എന്റെ കൺമുമ്പില്. എന്തൊരു സാധനം എന്തോ അത്. എന്റെ ബുൾസ. എന്റെ സ്കൂട്ടർ എടുത്താണ്. സ്കൂട്ടർ എടുത്താണ്. ഇല്ല. എന്തടി പറയാ? പപ്പടം കുത്തി. പപ്പടം കുത്തിയാ? കാണട്ടെ കാണട്ടെ. അത് പപ്പടം കുത്തി കണ്ടിട്ടില്ലേ? കാണറി നീ ഇങ്ങോട്ട് കാണിക്കാൻ. ഇങ്ങോട്ട് കാണി. അയ്യോ എന്റെ പാന്റ്. അതപ്പൂ, അപ്പൂനെ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. എനിക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ എടുത്തോണ്ടപ്പോ നിനക്കൊരു പ്രയോജനം തരാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെടുക്കരുതേ ഇതെടുക്കരുതേ എന്ന്. നീ ഞാൻ പറയും പോലെയൊക്കെ കേക്കോ? മേലാൽ ഇത് നീ എടുത്ത അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദൈവമേ, ചെവി എവിടെ ഉണ്ടോ? മലരേ മൗനമാ മലരേ ആ മാമ കിട്ടിയോ? കിട്ടി കിട്ടി. ഇങ്ങോട്ട് ഇരിക്ക്. അങ്ങോട്ട് ഇരിക്കും മാമ, ഇരിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ ഇരിക്കാം. മാമ ഇരി. ഓ എന്റെ മാമ, ഞാൻ പറഞ്ഞില്ലയോ ഇത് അവളെ എടുക്കൂ. ഇടേ ഞാൻ പണ്ടേ അവളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇതേപോലത്തെ സാധനം എടുത്തോണ്ട് പൂക്കളയില്. അവള് കേൾക്കൂല. അപ്പൊ ഞാൻ വായിച്ച കൊടുത്തിട്ടുണ്ട്. മാറ്റിപ്പിടി. മാമൂസേ, സംഭവം എന്താ പിന്നെ വിശേഷം? സംഭവം ശുഭകാര്യങ്ങൾക്ക് മുമ്പ് മധുരം കഴിച്ചിട്ടാവണോന്നാണല്ലോ അത് പറയേണ്ടത്. അല്ല അത് വേണം, കാര്യം പറ നീ. കാര്യം മാമനെ അറിയാലോ. എനിക്ക് നീ പറയാതെ എങ്ങനെ അറിയുന്നേ? അത് ശരിയല്ല. എന്തോടി ഇത്? എന്തോന്ന്? കപ്പ് കേക്ക്. കപ്പ് കേക്ക് എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നേ? എടി നിനക്കിപ്പോ എന്ത്? എടി എനിക്കെവിടെ? എന്തിന്? എനിക്കറിയാത്തത് നീ ഓളെ തടിയൊന്നും പോരെ? ഒരു കാര്യം അത്യാവശ്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് കയറി പറഞ്ഞത്. ഒന്ന് മിണ്ടാതെ മാറുന്നില്ല. കാര്യം പറയടി. അപ്പൊ ഞാൻ എന്തായിരുന്നു മാമ പറഞ്ഞു വന്നേ? എന്തായിരുന്നു നീ ആ, പറഞ്ഞത്? സെലിബ്രേറ്റീവ് ആവണമെന്നുള്ള എന്റെ ഒരു ആഗ്രഹം. സെലിബ്രേറ്റീവ് ആവണമെന്നുള്ളൊരു ആഗ്രഹം. സെലിബ്രിറ്റീവോ? അതെന്താ സാധനം? അല്ല, നിന്റെ പഴയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ബോക്സിംഗില് നോബൽ സമ്മാനം വാങ്ങിക്കണമെന്നല്ല? നോവലല്ല, ഒളിമ്പിക്സ്. അത് തന്നെ. അത് ആഗ്രഹം ഉണ്ട്. അതിന്റെ കൂടെ ഈ ഒരു ആഗ്രഹം കൂടി വന്നു. രണ്ടാഗ്രഹം ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താടി? ഒന്നുമില്ല. കന്യക എന്ന് പറഞ്ഞ മാഗസിനില് കവർ ഗേൾ ആയിട്ട്, ചിരിക്കണ്ട, കവർ ഗേൾ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുക. എന്ത് മാമ ഒരു ചിരിയില്ല? നീ പറ, കാര്യം പറ. സന്തോഷമില്ലാത്ത എന്ത്? നീ പറ. എന്നെ സെലക്ട് ചെയ്തെന്ന്. കന്യക എന്ന് പറഞ്ഞ മാഗസിനിൽ എന്നെ സെലക്ട് ചെയ്തെന്ന്. സെലക്ട് ചെയ്തൊന്ന് ചുമ്മാ വെറുതെ കുറെ നേരമായിട്ട് ഇങ്ങനെ തള്ളുന്നുണ്ട്. പൊടി അവിടെ നിന്ന്. അപ്പൊ മാമ, എനിക്ക് മാമന്റെയും അപ്പുവിന്റെയും പെർമിഷൻ വേണം പോകാനായിട്ട്. അതിന്റെ കൂടെ അച്ഛനോടും അമ്മയോടും മാമ വിളിച്ച് പറഞ്ഞു. ഓ, അതിനാണ് ഈ കപ്പ് കേക്കുമായിട്ട് ഇവിടെ പ്രകടനം അല്ലേ? അല്ലേടി? എന്ത് കാരണവശാലും മാമ സമ്മതിക്കരുത്. സമ്മതിക്കുന്ന വെച്ചാൽ സമ്മതിക്കരുത്. മാമ എന്താ പറയാ? അല്ല, അവൾക്ക് ഇതുപോലൊരു വീക്കിലിയുടെ കവർ ഗേളായിട്ട് സെലക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എടി, അതെ, ഞാൻ അളിയനെയും പെങ്ങളെയും വിളിച്ച കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചു തരാം. ഉണ്ണിയപ്പോ മാമൻ അങ്ങനെ വിവരമില്ലാതെ അങ്ങനെ പലതും പറയും. പക്ഷെ ഉണ്ണിയപ്പോ സമ്മതിക്കണം. അല്ല, അവള് രക്ഷപ്പെടുന്നത് നിനക്ക് ഇത്ര അസൂയം തരും.
ഞാൻ സമ്മതിക്കും, അവളെ സൈഡേ നിൽക്കൂ. അത് കൊള്ളൂലല്ലോ. അതെ, എന്താണെന്നറിയോ, ഞാൻ ഇത് വന്ന് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും നോ എന്ന് പറയൂന്ന് വിചാരിച്ചു. അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇതാ ഇപ്പൊ ചമ്മി നാറി നിൽക്കുകയാണ്. ചമ്മിയാ? ഞാൻ ചമ്മിട്ടൊന്നുമില്ല. അല്ല, ചമ്മ മാത്രം എന്തോ ഇരിക്കുന്നേ. എനിക്കും വരും ഇതുപോലത്തെ ഒരു അവസരം. അപ്പൊ പക്ഷാഭേദം കാണിക്കാതിരുന്നാൽ ആദ്യം അവസരം ഉണ്ടാക്കുന്നേ, എന്നിട്ട് പറ. അതെ നിന്റെ ചേച്ചി അല്ലേ ഇത്? അവക്ക് ഇങ്ങനെ ഒരു ഗുണം വരുമ്പോഴേ നീ സന്തോഷിക്കുകയല്ലേ, അസൂയപ്പെടുകയാണോ? സത്യം പറയുണ്ടല്ലോ, അസൂയയുടെ വിളനിലോ അയാള്. എടി, ഇവള് നിന്റെ സ്വന്തം സഹോദരിയല്ലേ? ആണോ? അവക്കൊരു നല്ല കാര്യം വരുന്നത് നിനക്കെന്താ എത്ര അസൂയ? ഇവിടെ പറഞ്ഞു പറഞ്ഞു കയറിപ്പോണേ. സത്യല്ലേ പറഞ്ഞത്? കള്ളത്തിനൊന്നല്ലല്ലോ. അസൂയപ്പെടാൻ പറ്റിയ മുതല് തന്നെ. എനിക്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതെ, നിങ്ങളിപ്പോ എന്നെ പുച്ഛിക്കും, എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒരു സീറോ ആയിരിക്കും. പക്ഷെ എന്റെ സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ ഒരു ഹീറോ ആണ് കേട്ടോ. ഹീറോ ഹീറോ പോ ഹീറോ. ഇവിടുത്തെ എവിടെ പോയി കിടക്കണം? കുറെ നേരമായല്ലോ വിളിച്ചിട്ട്. ഈ വീട്ടിൽ വന്ന് എനിക്ക് ഒരു സപ്പോർട്ട് ഇല്ല. എന്ത് കഷ്ടമാണെന്ന് പോവാന്. ചേച്ചി, എടി, എന്തിനാ പെട്ടെന്ന് വിളിച്ചേ? അതെ, നീ എന്റെ കൂടെ നിൽക്കണം. എന്തിന്? എന്ത് കാര്യം? ഞാനേ ഇവിടെ എല്ലാവരുടെ പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന്. കേട്ടല്ല? അതെന്തിനാ പറയണത്? അതൊക്കെ ഉണ്ട്, നീ പറയണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. നീ എന്നെ സപ്പോർട്ട് ചെയ്യൂ. സപ്പോർട്ടൊക്കെ ചെയ്യാം. എനിക്കെന്താ ഗുണം? ഗുണോ? കൊള്ളാൻ കാർത്തു. ഗുണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നിനക്ക് മുട്ട പപ്സും ഷേക്കും മേടിച്ചുതരാം. എന്നാ ഓക്കെ. ഓക്കെ അല്ലേ? എടി, ഞാൻ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ പറയണം. ഓ, പറയാം. ഓ, തെറ്റിക്കരുത്. ഓ, ആണം കെടുത്തരുത്. ഇല്ല. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. സെറ്റ്. അയ്യോ, ചോറ് കഴിയാറായോ? എടി, 2 മണി 5 ചോറിട്ട്. അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴുകി. എനിക്ക് മതിയിന് മോളെ. ഒന്നാതെ മാമ വല്ലാണ്ട് ക്ഷീണിച്ച്. ഓ, മതി മതി ദാ, കറി. മതി. കറിയുണ്ട്, കറിയുണ്ട്. മതി മതി. കുറച്ചുകൂടി. ചേട്ടാ, അയ്യോ, പപ്പടം തീർന്നു. അപ്പോ കഴിയപ്പോ മതി മക്കളെ, മതി മതി. മതിയടി. കഴിക്ക്. മാമ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു മാമാ. എന്തോന്ന് പ്രാർത്ഥന? അതായത് മാമ, കുഞ്ഞുനാളിന് മുതല് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അല്ല, അതിപ്പോ വേണ്ടെന്ന് വെച്ചു. അയ്യ, വേണ്ടെന്ന് വെച്ചില്ല. ആ ആഗ്രഹം നടക്കാൻ പോവാ. എങ്ങനെ എങ്ങനെ പറഞ്ഞു കൊടുക്ക. മനസ്സിലായില്ല. പിങ്കി ചേച്ചിയെ സിനിമയിൽ എടുത്തു, പൃഥ്വിരാജിന്റെ നായികയായിട്ട്. എന്താ? പൃഥ്വിരാജിന്റെ നായികയായിട്ട്. പൃഥ്വിരാജിന്റെ നായികയായിട്ട്. പൃഥ്വിരാജിന്റെ ഹൈറ്റ് എത്രയെന്ന് അറിയോ? 6 അടിക്ക് മേലിലുണ്ട്. ഇവക്ക് 4 അടി പോലും തികച്ചില്ല. അല്ല, അത് കുഴപ്പമില്ലടി. 5 അടി പൊക്കമുള്ള ചെരുപ്പൊക്കെ ഉണ്ട്. ഹീലിനും പരിധിയില്ലേ മാമ? അല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്താ. എന്നിട്ട് ബാക്കി പറ. ബാക്കി എന്തോന്ന് വെച്ചി? ബാക്കി എന്തുവാ? അടുത്ത മാസം ഷൂട്ട് കൊടുക്കും. ഓസ്ട്രേലിയ വെച്ചാണ് ഷൂട്ട്. പിന്നെ എനിക്ക് ബച്ചടി കയറ്റുമായിരിക്കും. അത് ശരി. എന്റെ മോളെ നീ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നത്? അതൊക്കെ എന്റെ ഒരു കഴിവേ. കറുത്തു പറഞ്ഞു കൊടുക്ക. ചേച്ചിയുടെ സ്കൂളിലെ കലോത്സവം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ നാടകം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വന്ന ഗസ്റ്റ് ആയിട്ട് വന്ന ഡയറക്ടർ സാറ്, ജോസി സാറാണ്. ജോസി സാറ് പെർഫോമൻസും, ജോഷി സാറും ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട്, സൗന്ദര്യവും കണ്ടിട്ട് സിനിമയിലേക്ക് എടുത്തു. ഒട്ടും ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തേ ഇല്ല. എന്ത് കണ്ടിട്ട്? പെർഫോമൻസ്, സൗന്ദര്യം കണ്ടിട്ടല്ലേ? അല്ല, ഈ പിച്ചക്കാരി വേഷം ചെയ്ത ഇവക്ക് എന്ത് സൗന്ദര്യം കണ്ടിട്ടാണാവോ ജോഷി സാർ അവസരം കൊടുത്തത്? എന്ത് പിച്ചക്കാരിക്ക് സൗന്ദര്യം പാടില്ലേ? പിച്ചക്കാരിക്ക് സൗന്ദര്യം ഉണ്ട്, പക്ഷെ നിനക്ക് പോലും ഇല്ലല്ലോ. അയ്യോ, ഈടി നിന്റെ ഈ വൃത്തിയായിട്ട മോന്ത മാഗസീനിൽ വരാമെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ചെയ്യാം കേട്ടാ. നീ എന്താ പറഞ്ഞ? വൃത്തിയായിട്ട മോന്ത. നിന്റെ മോന്തേക്കാളും കൊള്ളാം കേട്ടോ. ചപ്പാത്തി മോന്ത. മോളെ, എന്താ മാമ? മോൾ ഇവിടെ വന്ന് ഇങ്ങനൊക്കെ പറയണോന്ന് ആരാ മോളെ പഠിപ്പിച്ചു വിട്ടത്? പിങ്കി ചേച്ചി. കണ്ടാ, ഉള്ള മനസ്സിൽ കള്ളമില്ല.
അപ്പഴേ വിളിക്കണ് അന്നേടി മാമനല്ലേ വിളിക്കുന്നത് ഷോ എന്റെ റൂമിൽ മാമൻ ചോദിക്കട്ടെ അതെ ഒരവസരം വരുമ്പം ഒരു ഭാഗ്യം കേറി വരുമ്പം അതിന് ഇങ്ങനെയാണോടി പെരുമാറേണ്ടത്? മാമോ ആ. ഞാനേ ഇവളെ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോകാന്ന് വിചാരിച്ചതാ. പക്ഷേ ഇനി അടുത്തോട്ട് പോലും ഞാൻ ഇവളെ കൊണ്ടുപോകില്ല. അയ്യോ എന്നെയും കൊണ്ടുപോണം. അല്ല ഇവളെ കൊണ്ടുപോണ്ട. കാരണം ഇവള് വേറെ പല പാരകളും നിനക്ക് അവിടെ വെച്ച് കൊടുക്കും. അതുകൊണ്ട് മാമനൊരു കാര്യം പറയാം. നിന്റെ കൂടെ മാമൻ വരാം. ടച്ചപ്പായിട്ട് ടച്ചപ്പ് നിനക്ക് അങ്ങനെ തന്നെ വേണം. കാർത്തിലേ പോയില്ലായിരുന്നോ? ഇല്ല ചേച്ചി, എന്റെ പപ്സും ഷേക്ക് എന്ന് കിട്ടും? ഇപ്പൊ കിട്ടൂടി.